എല്ലാവർക്കും ജാമീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു നാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ടർ നാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മുടെ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്, നല്ല സോഫ്റ്റുമാണ്. ഇത് നമുക്ക് ഞാനിപ്പോൾ ഒരു എഗ് കുറുമ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഇവിടെ എഗ് കുറുമ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പറാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടുള്ള നമ്മുടെ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതേ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ചൂടുവെള്ളമാണ്. അപ്പം ചൂടുവെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഞാനിതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു നല്ലതായിട്ട് പുളിക്കുന്നിടം വരെ ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കും. അതും വരെ ഇത് ഇവിടെ ഇരിക്കട്ടെ. A few moments later. ഈസ്റ്റ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയിലുള്ള നാൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഈസ്റ്റ് ഇതേമാതിരി നല്ലതായിട്ട് പുളിച്ചു പൊങ്ങണം. അപ്പോൾ ഇത് പിടിക്കട്ടെ, നമുക്ക് നാൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ഞാൻ. പിന്നെ നമുക്ക് അതിലേക്ക് ഈ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ അമൂല്യയുടെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ചെറു ചൂട് പാലാണ്. ഇത് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടുപാല് മതി, ഒരുപാട് ചൂട് വേണ്ട. ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഈ ബൗളിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിന്റെ മണ്ടിൽ വെച്ച് നല്ലതായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ തടവിട്ട് നന്നായിട്ട് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. A few moments later. ബട്ടർ നാനിനുള്ള ഗോതമ്പ് മാവ് പുളിച്ചു വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇത് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആ എയറൊന്ന് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടി ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേളിലിടാം. ഒന്ന് ശരിയാക്കിയെടുക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഇത് മുറിച്ചെടുക്കാം. നമുക്കിത് കുറച്ച് വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാം. കുറച്ച് പൊടി ഇവിടെ നമുക്കിങ്ങനെ വിതറി കൊടുക്കാം. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി പിന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ വെക്കുക. അതുപോലെ തന്നെ അടുത്ത ഉരുളയും നന്നായിട്ട് ഉരുട്ടിയിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഞാനെപ്പോഴും മൈദ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊന്ന് ഗോതമ്പ് പൊടി വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. മൈദ ഉപയോഗിക്കാത്ത ആൾക്കാർ കാണുമല്ലോ, അപ്പം അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിവിടെ കുറച്ച് നേരം നമുക്ക് ഒരു ടൗൽ വെച്ച് ഇങ്ങനെ മൂടി വെക്കാം. അപ്പോൾ നമുക്കിതിന് ഇതിന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതേമാതിരി ഇത്തിരി തിക്നെസ് വേണം. വാട്സപ്പിൽ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്നോട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു ഗോതമ്പ് പൊടി കൊണ്ട് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്നേരം ട്രൈ ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റായിരുന്നു. നമുക്ക് നമ്മുടെ മൈദ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള നാനിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുടാനായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മുടെ തവ ഒരു മീഡിയം ഹീറ്റിൽ വെക്കണം. ലോ ഫ്ലെയിമിലാക്കരുത്, മീഡിയം ഹീറ്റിലേ വെക്കാവുള്ളൂ. നമ്മുടെ ഗോതമ്പ് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബട്ടർ നാൻ എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ബട്ടർ ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമുക്ക് ബട്ടർ ഇത് ഓരോന്നിലും ബട്ടർ തേച്ച് വെക്കാം.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും വേണേൽ തേക്കാം. ഓരോന്നിലും ഇതുപോലെ നമുക്ക് ബട്ടർ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ബട്ടർ നാൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും താങ്ക് യു.